അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ജിദ്ദയിൽ അൽഹുദ എക്സ്പോ സന്ദർശകർക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാൻ ഒട്ടേറെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദർശകർ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചവും ജീവജാലങ്ങളും ശാസ്ത്രവുമെല്ലാം പ്രമേയമാക്കിയാണ് സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽഹുദ മദ്രസയുടെ 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. പ്രപഞ്ചവും ജീവജാലങ്ങളും ശാസ്ത്രവുമെല്ലാം പ്രമേയമാക്കിക്കൊണ്ട് നടക്കുന്ന എക്സ്പോ സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും. മനുഷ്യന്റെ പിറവിയും ജീവിതവും അതിലെ അത്ഭുതങ്ങളും പഠിപ്പിക്കുന്ന എക്സ്പോ മരണത്തെയും അതിനുള്ള തയ്യാറെടുപ്പുകളെയും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. മയ്യിത്ത് പരിപാലനവും ഖബർ ജീവിതവുമെല്ലാം ലളിതമായും വിശദമായും പഠിക്കാനുള്ള അവസരം കൂടിയാണ് അൽഹുദ എക്സ്പോ. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ 1982 രൂപീകരിച്ചത്. 1989 അൽഹുദ മദ്രസക്ക് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ സൗദി അറേബ്യയിലെ മലയാളികൾ നടത്തുന്ന ആദ്യത്തെ മദ്രസയായിരിക്കും. അതിൻ്റെ 35ാം വാർഷികമാണ് ഈ വർഷം നമ്മൾ കൊണ്ടാടുന്നത്. അതിൻ്റെ മുന്നോടിയായി ആദ്യത്തെ പ്രോഗ്രാമാണ് അൽഹുദ എക്സ്പോ 2025. അത് എല്ലാം തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പരലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അതിന് നമ്മൾ എന്തെല്ലാം സജ്ജമാകണം എന്നുള്ളതാണ് ഈ എക്സിബിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജിദ്ദ ബഗ്ദാദിയയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദ അങ്കണത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എക്കോ എക്സ്പോ, ഹ്യൂമൻ മിറാക്കിൾ, ഗോൾഡൻ ഏജ്, ദി ലൈഫ് എക്സ്പോ, ഖുർആൻ മിറാക്കിൾസ്, കാഴ്ച, ആസ്ട്രോണമി, ഫൺഫെസ്റ്റ് ഗെയിം സോൺ എന്നീ വ്യത്യസ്ത പഠന വിനോദ വിഷയങ്ങൾ അൽഹുദ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളുമെല്ലാം പ്രദർശനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. 3 ദിവസം നീണ്ടുനിന്ന എക്സ്പോ ഇന്ന് സമാപിക്കും. ജലീൽ കടമകലം, 24 ജിദ്ദ.